ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിന്ന് കാണിക്കുന്നത് ഈസ്റ്റ് ഇല്ലാതെ എങ്ങനെ ബട്ടൂര തയ്യാറാക്കി എടുക്കാമെന്നാണ്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ തന്നെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാ ഭാഗത്തും ആവണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി കൂടുതലാണെങ്കിൽ തൈര് കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബട്ടൂരയ്ക്ക് പുളി കൂടിപ്പോവും. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന തൈരിൽ വെള്ളം കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന തൈരിൽ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ മാവ് ഒട്ടിപ്പിടിക്കുകയാണ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ബട്ടൂര നല്ല വലുതായിരിക്കും. ഒരു പാത്രത്തിൻ്റെ അത്രയൊക്കെ വലുപ്പത്തിലായിരിക്കും കിട്ടുന്നത്. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അത്രയും വലിയ പാത്രവും വേണം, എണ്ണയൊക്കെ കൂടുതൽ വേണം. ഇപ്പം ഞാനിപ്പോൾ അത്രയും വലുപ്പത്തിലല്ല ഉണ്ടാക്കുന്നത്, പൂരിയേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കി വെച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ പൂരി പ്രസർ ഉണ്ടെങ്കിൽ അതിൽ പരത്തിയെടുത്താലും മതി. പക്ഷെ പൂരിയേക്കാളും കുറച്ചും കൂടെ കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചപ്പാത്തി പലവയിലാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. മാവ് വെതറി പരത്തരുത്, കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഈ പരത്തുന്ന ഈ തടിയിലും നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ട് വരട്ടെ. തീ മീഡിയത്തിലോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബട്ടൂര ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ബ്രൗൺ നിറം ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം വറുത്തെടുക്കാം. നിങ്ങൾക്ക് 3-4 എണ്ണം ഒരുമിച്ച് പരത്തി വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പം ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണിത്. അകം നോക്കി ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ബട്ടൂര പോലെ തന്നെയാണ്. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും.